ദക്ഷിണ ഗാസയിൽ പലസ്തീൻകാർക്കായി ഉദ്ദേശിക്കുന്ന ക്യാമ്പിൻ്റെ പേരിൽ തമ്മിൽ തല്ലുകയാണ് ഇസ്രായേൽ സർക്കാരും അവിടുത്തെ സൈന്യവും. ഗാസയിലെ മുഴുവൻ ജനതയും റഫ നഗരത്തിൽ കെട്ടിപ്പടുക്കുന്ന മാനവിക നഗരത്തിലേക്ക് മാറ്റുകയാണ് ഈ പദ്ധതിയുടെ പ്രഖ്യാപിത ഉദ്ദേശം. ഗാസയിലുടനീളം തങ്ങളുടെ സൈനിക സാന്നിധ്യം നിലനിർത്തുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് ഈ പദ്ധതിക്ക് പിന്നിൽ. എന്നാൽ വളരെയധികം ചെലവ് വരുന്ന ഈ പദ്ധതിക്ക് അതേപോലെ ഒട്ടേറെ പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് സൈന്യം പറയുന്നത്. ബന്ദികളുടെ മോചനം ഉൾപ്പെടെയുള്ള നീക്കങ്ങളെ ബാധിക്കുന്ന പദ്ധതി യുദ്ധ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതല്ലെന്നും സൈന്യം ചൂണ്ടിക്കാണിക്കുന്നു. ഞായറാഴ്ച നടന്ന സുരക്ഷാ യോഗത്തിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും സേന ചീഫ് ഓഫ് സ്റ്റാഫായ ലഫ്റ്റനന്റ് ജനറൽ ഇയാൻ സമീറും പരസ്പരം കൊമ്പ് കോർത്തതായും ഇസ്രായേൽ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായ റഫ നഗരത്തിലാണ് ഇസ്രായേൽ ഈ ഹ്യൂമാനിറ്റേറിയൻ സിറ്റി പണിതുയർത്താൻ പദ്ധതി തയ്യാറാക്കുന്നത്. തുടക്കത്തിൽ 6 ലക്ഷത്തോളം ആളുകളെയാണ് ആ നഗരത്തിലേക്ക് മാറ്റുകയെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരത്തെ പറഞ്ഞിരുന്നു. ക്രമേണ ഗാസയിലെ മുഴുവൻ ജനങ്ങളെയും ഈ നഗരത്തിലേക്ക് മാറ്റും. അവിടെ എത്തുന്നവരെ മാത്രമേ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുവാൻ അനുവദിക്കൂ. ക്യാമ്പിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സൈന്യത്തിന് ഉത്തരവ് നൽകിയിട്ടുണ്ടെന്നും കാറ്റ്സ് പറഞ്ഞിരുന്നു. നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച അവസരത്തിലായിരുന്നു ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. പദ്ധതി തയ്യാറാക്കാനുള്ള ഉത്തരവുകൾ സ്വീകരിച്ചു എങ്കിലും സൈന്യത്തിന് ഇക്കാര്യത്തിൽ ചില എതിർ അഭിപ്രായങ്ങളുണ്ട്. ഞായറാഴ്ച നടന്ന സുരക്ഷാ യോഗത്തിൽ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ എതിർപ്പ് പറഞ്ഞതായും പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ചെറിയ വാക്പോരുണ്ടായെന്നും ചാനൽ 12-നെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നടപ്പാക്കാൻ കഴിയാത്ത പദ്ധതി എന്നാണ് ഇയാൽ സമീർ പറഞ്ഞത്. നേട്ടങ്ങളെക്കാൾ കൂടുതൽ കോട്ടങ്ങളുള്ള പദ്ധതിയാണ് ഇത്. പദ്ധതിക്ക് വലിയ ചെലവ് വരും. സൈനിക ഫണ്ടുകളും മറ്റു വിഭവങ്ങളും വഴിമാറ്റി ചെലവിടേണ്ടി വരും. യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ തന്നെ ഈ പദ്ധതി ബാധിക്കുമെന്നാണ് സൈന്യം പറയുന്നത്. ചർച്ചകൾക്കൊടുവിൽ ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീറിൻ്റെ വാദങ്ങളെ നെതന്യാഹു തന്നെ ശരിവെച്ചതായാണ് റിപ്പോർട്ടുകൾ. പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതുകൊണ്ട് കുറെ കൂടി യാഥാർത്ഥ്യബോധമുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കാൻ നെതന്യാഹു സേനയോട് ആവശ്യപ്പെട്ടു. ചെലവ് കുറഞ്ഞതും എത്രയും വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമായ ബദൽ പദ്ധതി തയ്യാറാക്കണമെന്ന് നെതന്യാഹു സൈന്യത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. സമാധാന ശ്രമങ്ങളെ തകർക്കുന്നതാണ് ഈ ക്യാമ്പ് പദ്ധതികളെന്ന് ഹമാസ് മുതിർന്ന അംഗം ഹുസാം ബദ്രൻ പറയുന്നു. ചേരിയെ ഓർമ്മപ്പെടുത്തുന്ന ഒറ്റപ്പെട്ട നഗരമായിരിക്കും ഇതെന്നും ഒരു പലസ്തീൻകാരനും ഇത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിക്കെതിരെ ലോക നേതാക്കളും ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഈജിപ്ത് അതിർത്തിക്കും മൊറാഖ് ഇടനാഴിക്കും ഇടയിലേക്ക് പലസ്തീനികളെ കുത്തി നിറക്കാനുള്ള ഇസ്രായേൽ പദ്ധതി എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ഇതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത്. ഭ്രാന്തൻ ആശയമെന്നാണ് പ്രതിപക്ഷ നേതാവ് യയർ ലാപിഡ് പ്രതികരിച്ചത്. കാറ്റ്സ് പ്രഖ്യാപിച്ച മാനവിക നഗരം പലസ്തീനികൾക്ക് കോൺസെൻട്രേഷൻ ക്യാമ്പുകളായിരിക്കുമെന്നാണ് മുൻ പ്രധാനമന്ത്രി എഹൂദ് ഓൾമർട്ടർ പറഞ്ഞത്. പലസ്തീനികളെ നിർബന്ധപൂർവ്വം ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത് വംശീയ ഉന്മൂലനം ആകുമെന്നാണ് ഓൾമർട്ടിൻ്റെ വാദം.